അപ്പോഴേ റംബുട്ടാന് വലയിട്ടു. വലയിടാനായിട്ട് വലക്കാരാണെങ്കിൽ വലിയൊരു വലയാണ് എടുത്ത് റോഡിൽ വിരിക്കുന്നത്. നിരപ്പുള്ള സ്ഥലത്ത് അവർ വിരിച്ചിട്ട് വലിയ വീതി കൂടിയ നീളം കൂടിയ വലയാണെങ്കിൽ അവർ രണ്ടായി മുറിച്ച് വല മരത്തേൽ കയറ്റും. അത് കഴിഞ്ഞിട്ട് ആ മരത്തെ വെച്ച് തന്നെ അത് തയ്ക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒറ്റ വലയായിട്ട് അവർക്ക് മരത്തേലിടാൻ കഴിയുകയില്ല. അപ്പോഴേ നമ്മുടെ റംബുട്ടാനും വലയിടാൻ വന്നു. അവിടെ അണ്ണാൻ്റെയും കിളികളുടെയും കുരങ്ങിൻ്റെയും ഒക്കെ ശല്യമുണ്ട്. അപ്പോഴേ നമ്മൾ അഡ്വാൻസ് വാങ്ങിച്ചിരുന്നു. അപ്പോൾ അവർ വലയിടാൻ വന്നു. നിറയെ കൈകളുണ്ട്. അപ്പം വലയിടുന്നത് എങ്ങനെയൊന്ന് നോക്കാം. ഇവിടെ ഭയങ്കര മഴയാണ്. ഞാൻ ഫുള്ളായിട്ടൊന്നും കാണിക്കാൻ പറ്റില്ല എങ്കിലും വലയിടുന്നത് ചെറുതായിട്ടൊക്കെ ഒന്ന് കാണിക്കാം. അപ്പം എല്ലാ കൂട്ടുകാരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോഴേ വീഡിയോ കാണാം. അപ്പോഴും മരത്തെ കയറുന്നതിന് മുമ്പായിട്ട് മഴയൊന്നുമില്ലായിരുന്നു. നല്ല കാലാവസ്ഥയായിരുന്നു. നല്ല വെയിലും കാര്യവുമായിരുന്നു. പിള്ളേർ മരത്തെ കയറി. അതിൽ ഒരാൾ, 2 പിള്ളേരുണ്ട്. അതിലൊരാൾ മരത്തെ കയറി വലയെടുത്ത് തോട്ടിയേൽ ഇങ്ങനെ ഉയർത്തി കൊടുക്കും. അപ്പോഴേ പുള്ളിക്കാരന് തോട്ടിയും ഏൽ ഇങ്ങനെ വല ഓരോ ശിഖരങ്ങളിൽ കുത്തി ഇങ്ങനെ എടുത്താണ് വലയിടുന്നത്. ഭയങ്കര കഷ്ടപ്പാടാണ്. ഇപ്പോഴെങ്ങും മഴയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇടി വെട്ടി. ആ ഇടി വെട്ടുന്നതിനനുസരിച്ച് മഴ പെയ്തില്ല എങ്കിലും നന്നായി മഴ പെയ്തു. അക്കരെ മലയൊക്കെ മഞ്ഞ് മൂടി. ഒരു മഴ കൊള്ളുമ്പോഴത്തേക്കിനും നമ്മുടെ ഈ പ്രദേശമെല്ലാം മഞ്ഞ് മൂടും. മഞ്ഞിനാൽ അങ്ങ് നിറയും. അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് നമ്മുടെ ഇവിടെയും. നമ്മുടെ ഈ പ്രദേശത്ത് ഇങ്ങനെ പെട്ടെന്നാണ് മഞ്ഞ് ആകുന്നത്. ഇപ്പോഴേ കുറേ നനഞ്ഞിട്ടുണ്ട് ആ പിള്ളേർ. എങ്കിലും വല മൊത്തം കെട്ടിത്തീർത്തിട്ടാണ് പോയത്. അതുകൊണ്ട് എനിക്ക് വീഡിയോ ശരിക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഞാനൊട്ട് വലയിടുന്ന വീഡിയോ ഫുള്ളായിട്ട് പിടിക്കണമെന്നൊക്കെയാണ് ഓർത്തത്. പക്ഷേ മഴ കൊണ്ട് അതുമല്ല, എനിക്ക് പനിയുമാണ്. നല്ലതായിട്ട് എന്നാലും കുറച്ചൊക്കെ മഴ ഞാൻ നനഞ്ഞു കേട്ടോ. അതുകൊണ്ട് കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാൻ അത്ര വിഷമിച്ചാണ് ഈ വീഡിയോ എടുക്കുന്നത്. എത്ര സമയം എടുക്കും ഒരു വലിയ മരത്തേലിടുന്നേ? 2 മണിക്കൂറാകും. ഓരോ ശിഖരത്തേലും കുത്തി കുത്തി വല നൂർത്തിടണം അല്ലേ? ഉണ്ടോ? നീളമുള്ള ഒരു തോട്ടിക്കമ്പുണ്ട്. അതേല് വലയുടെ ഒരറ്റം ആക്കിയിട്ട് വിതർത്തിയിടും അല്ലേ? ഇറക്കും അല്ലേ? അവർ പറയുന്നത് വീതിയുള്ള വശം 2 കമ്പിനാൽ കുത്തി കുത്തി മരത്തേൽ വിതർത്തിയിടും. നീളം വശം താഴോട്ടിടും മരത്തെ കൂട്ടിക്കെട്ടാനായിട്ട്. അപ്പോൾ ഏകദേശം 3/4 ഭാഗത്തോളം വലയായി ആ വൃക്ഷത്തേൽ. റംബുട്ടാനേൽ ഏകദേശം 3/4 ഭാഗത്തോളം അവർ വല വിരിച്ചിട്ടു. ഇനി കുറേ ഭാഗം കൂടെ ഉണ്ട് വല വിരിച്ചിടാൻ. അപ്പോൾ ഇതെല്ലാം വിരിച്ചിട്ട ശേഷം കിളിയും അണ്ണാനും ഒന്നും കയറാതെ ഇതിൻ്റെ ചുവട്ടിൽ അവർ കൂട്ടിക്കെട്ടി വയ്ക്കും. അപ്പോൾ ഭയങ്കര പണിപ്പാടാണ് ഒരു വലയിടുന്നത്. ഇപ്പോഴും ആയിട്ടില്ല ഇതൊന്നും. ഭയങ്കര മഴയാണ് ഇവിടെ. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുവട്ടിൽ വരുന്ന വല, ചുവട്ടിൽ നിൽക്കുന്ന ആൾ അത് വലിച്ച് ചില്ലകളിലൊക്കെ ഉടക്കിയിരിക്കുന്ന വലകൾ വലിച്ച് നീക്കം ചെയ്ത് വൃത്തിയാക്കി ഇട്ടിട്ട് കൊടുക്കണം. അപ്പം ചുവട്ടിൽ നിൽക്കുന്ന ആളിനും നല്ല പണിപ്പാടാണ്. അപ്പോൾ വീണ്ടും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം.
ഇപ്പോഴേ മരത്തിൻ്റെ ചുവട്ടിൽ ആ കൂട്ടുകക്ഷി നിലയുറപ്പിച്ച് നിൽക്കുകയാണ്. മരത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ആൾ നിർദ്ദേശം കൊടുക്കുന്ന അനുസരിച്ച് ചുവട്ടിൽ നിന്നും വല വലിച്ച് നീക്കം ചെയ്യണം. ഒക്കെ നീക്കി കൊടുക്കണം. എന്നാലേ മണ്ടയ്ക്ക് ഇരിക്കുന്ന ആളിനും വല ശരിക്ക് വിതർത്തിയിടാൻ പറ്റത്തുള്ളൂ. നമുക്കറിയാം ഒരു ചെറിയ കമ്പേ കുരുങ്ങിയാൽ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് അതെടുക്കേണ്ടതെന്ന്. അപ്പോൾ ശരിക്കും ഒരു കഷ്ടപ്പെട്ട പണി തന്നെയാണ്. അതിൻ്റെ കൂടെ മഴയും. ഈ രണ്ടുപേരും മഴ നനഞ്ഞു കേട്ടോ, അതിൻ്റെ കൂടെ ഞാനും. അപ്പോഴേ വീഡിയോ ബാക്കിയൂടെ കാണാം. അങ്ങനെ വലയൊക്കെ ഇട്ട് മരത്തിൻ്റെ ചുവട്ടിൽ നന്നായി ടൈറ്റാക്കി അത് കെട്ടിവിട്ടു. അപ്പോഴേ ഇതിൻ്റെ അകത്തൂടെ ഒരു ജീവികളും കടന്നു പോകാതിരിക്കത്തക്ക പോലാണ് കിട്ടിയത്. പക്ഷേ ഇവർ കെട്ടി ഏതെങ്കിലും ഒരു വശത്തോട് നമ്മുടെ പനാലും അണ്ണാനും ഒക്കെ നോക്കും എവിടെയാണ് ഇതിനൊരു സുഷിരം ഉണ്ടായേക്കുന്നത്. അവിടെ കൂടെ അവർ കയറി അവർക്കിഷ്ടം പോലെ അവർ ഭക്ഷണം കഴിക്കും. അത് വേറെ കാര്യം. അപ്പോഴേ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയേക്കണേ. അതുപോലെ ലൈക്ക് ആരും ഇടുന്നില്ല, ഒന്ന് ലൈക്കും ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്, ഹൈപ്പ്. അത് കൂട്ടുകാരൊന്നും മറന്നു പോകല്ലേ, അതുകൂടെ ഒന്ന് ചെയ്തേക്കണേ. അപ്പോഴേ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ വരാം. അപ്പോഴേ എൻ്റെ ഈ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടു കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു. അപ്പോഴേ ഇന്നും കുരങ്ങ് വന്നായിരുന്നു. ഇന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇന്ന് കുരങ്ങ് വന്നത്. അന്ന് ഈ റംബുട്ടാനെ കയറി ഞാനോർത്ത് മൊത്തം തിന്നു വന്നു. പക്ഷേ അവർ വലയിടാൻ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഇവർ കണ്ടിട്ടാണ് പോയത്. മൊത്തം തിന്ന് തീർക്കുമായിരുന്നു. എന്തായാലും അവർക്ക് കുറച്ച് ഭാഗ്യമുണ്ട്.